ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഒരു കണ്ണൂർ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ പേരുകേട്ട ഒരു ഉണ്ണിയപ്പം, നല്ല അടിപൊളി ഉണ്ണിയപ്പമാണ്. ആ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടില്ലേ, ഒരു ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് അരി അരച്ചിട്ട് അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് അരി അരച്ചിട്ട് അത് കൊടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ. ഇതേപോലെ ഒരു ഗ്ലാസ് അരി അരച്ച് കൊണ്ടിട്ട് പിന്നെ ഇതിൻ്റെ അകത്തൊന്ന് ഇട്ടിട്ടില്ല വെച്ചാൽ, ഇതിൻ്റെ അകത്തൊന്ന് ഇടുന്ന വെച്ചാൽ ഇതിൽ വെല്ലം കുറുക്കിയിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. വെല്ലം കുറുക്കിയിട്ട് ഒരു 7 ആണി വെല്ലം എടുത്തിട്ട് കുറുക്കിയിട്ടുണ്ട്, ഇതിവിടെ വെച്ചിട്ടുണ്ട്. ഇതും കൂടി ഞാൻ ഇതിൽ ഒഴിക്കട്ടെ കേട്ടോ. ഇതും കൂടി കുറുക്കി വെച്ചിട്ടുണ്ട്. അത് വെല്ലം നമുക്ക് വേണ്ടുന്ന പാകത്തിന് വേണ്ടുന്ന 1 കിലോ അരിക്ക് 1 കിലോ വെല്ലം, 200 വെല്ലം. ഇതാണ് കണക്ക്. 1/2 കിലോ അരിക്ക് 600 വെല്ലം. ഞാനിപ്പോൾ ഇത് 1/2 കിലോ അരി ഇല്ലല്ലോ, അതുകൊണ്ട് 1 ഗ്ലാസ് അരിയല്ലേ ഉള്ളൂ. 1 ഗ്ലാസ് അരിയും 1 ഗ്ലാസ് മൈദയും പിന്നെ കുറച്ച് റവയും കൂടി ചേർക്കുന്നുണ്ട് ഞാൻ. അല്ല, റവയുണ്ട് ഇവിടെ കൊണ്ടുവന്നത്, അതുകൊണ്ട് പിന്നെ പോയി പോകുന്നതുകൊണ്ട് അതും കൂടി ഒന്ന് ചേർത്തേക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ റവയൊന്നും ചേർക്കലില്ല, ഇതിൻ്റെ അകത്ത് റവയൊന്നും ചേർക്കലില്ല. ഞാൻ ഇങ്ങനെ മൈദപ്പൊടി അരി മാത്രമേ ഞാൻ ചേർക്കലുള്ളൂ. ഇതിപ്പം കണ്ടില്ലേ, ഇതേപോലെ ഇത് എടുത്ത് ചേർക്കും. ഇതിപ്പം ഉപ്പ് ഇടണം ഇതിൽ. ഉപ്പ് ഇതിലിപ്പോൾ എന്തെല്ലാം ഇടുന്നത് വെച്ചാൽ ഉപ്പ്, പിന്നെ തേങ്ങ മുറിച്ചിട്ടതുണ്ട്, തേങ്ങ മുറിച്ച് വെച്ച തേങ്ങയുണ്ട്. ഇത് പിന്നെ എള്ള് അതും കൂടി ഇട്ടതിൽ, അത് എള്ള് കൂടിയിട്ട് ഇത് തേങ്ങ ചെറുങ്ങനെ അരിഞ്ഞ് വെച്ചത്, തേങ്ങ കൊത്ത് ഉണ്ടാ, അതും കൂടി ഇട്ടു. ഇപ്പം വെല്ലം ഞാൻ അതിൽ ഒഴിച്ചു, കുറുക്കി ഒഴിച്ചു. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് ഉപ്പിടണം. ഉപ്പ് പാകത്തിനിടുക വേണ്ട, അത് ഉപ്പ് പാകത്തിനിടുക. കുറഞ്ഞു പോയാലേ ടേസ്റ്റ് ഉണ്ടാവില്ല, അവിടെ പാകത്തിന് നോക്കിയിട്ട് ഇട്ടേക്കണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ. ഇനിയിപ്പോൾ ഞാനിത് കലക്കാനാണ് പോകുന്നത്. ഇതിൻ്റെ അകത്ത് കുറച്ച് പിന്നെ റവയും കൂടി ഇടാം. ഈ പാകം, വെള്ളത്തിൻ്റെ പാകം നോക്കിയിട്ട് അതുപോലെ ഇടാമെന്ന് വിചാരിച്ചത്. അതുപോലെ മൈദപ്പൊടി അങ്ങനെ നോക്കിയിട്ട് ഇടുക ചെയ്യാം. അതല്ലേ, അധികം വെള്ളം ആവാണ്ട് നിൽക്കാൻ പാടില്ല. കുറച്ച് വെള്ളം കൂടുതലാണ് പക്ഷേ വെല്ലം കുറുക്കി വെച്ചതുകൊണ്ട് ഭയങ്കര വെല്ലമാണ്. അതുകൊണ്ട് ഇനിയിപ്പം ഇതിൽ പിന്നെ വെള്ളം കൂടുതലാണ്. കുറുക്കി വെക്കഴിഞ്ഞാൽ അത് ചുരണ്ടിയിടാൻ പറ്റില്ല. അത് മാത്രമല്ല, അതിൽ കല്ലങ്ങാറ്റുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറുക്കി. ഉണ്ടല്ലോ, ഇതേപോലെ വെള്ളം ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ റവയാണ് ഇതിൻ്റെ അകത്ത് എടുക്കാൻ പോകുന്നത്. റവ എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ കുറച്ച് റവ എടുക്കുന്നുണ്ട്. അതിന് ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് വേണ്ട, 1 ഗ്ലാസ് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. റവ എത്ര കൂട്ടിയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേങ്കിൽ ഞാനിപ്പോൾ ഇതിൽ ഏകദേശം പാകം നോക്കിയിട്ടാണ് ഇടുന്നത്. 1/2 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. റവ എന്താ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇത് മുറുകാൻ വേണ്ടിയിട്ടാണ്. ലൂസായിപ്പോയതുകൊണ്ട് കുറച്ചും കൂടി മൈദപ്പൊടി എടുക്കാം. അരി 1 ഗ്ലാസ്സിൽ മേലെയുണ്ട്. വലിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരിയാണ്, ചെറിയ ഗ്ലാസ്സിനാണിപ്പോൾ ഞാൻ മൈദപ്പൊടി ഇട്ടത്. അതേപോലെ തന്നെ 1 ഗ്ലാസ് അരിയും 1 ഗ്ലാസ് മൈദയും 1 ഗ്ലാസ് റവയും കൂടി കൂട്ടിയിട്ടാണ് ഇന്നത്തെ പരിപാടി. ഉണ്ടാ, കുറച്ചും കൂടി കൂട്ടാം. ഉണ്ടല്ലേ, ഇതുപോലെ കുറച്ചും കൂടി ഇനി ഇട്ടിട്ട് ഇത് മൈദപ്പൊടി ചെറിയ ഗ്ലാസ്സിനായിപ്പോയി. അതാണ് എല്ലാം സമായിട്ട് എടുത്താൽ മതി. 1 ഗ്ലാസ് റവ, 1 ഗ്ലാസ് അരി, 1 ഗ്ലാസ് മൈദ, 1 ഗ്ലാസ് റവ, 1 ഗ്ലാസ് അരി, എല്ലാം കൂടി 3 കൂടി സമായിട്ട് എടുത്തിട്ട് ആക്കിയാൽ മതി. ഇതാ ഇപ്പം പാകത്തിനായി കേട്ടോ. ഇതിപ്പം വെല്ലം തേച്ചും വേണ്ട, അതുകൊണ്ട് വെല്ലം കുറച്ച് മധുരം ജാസ്തിയായി പോകുമെന്നൊരു സംശയം. സാരമില്ല, മധുരം വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും. മധുരം ഉണ്ടെങ്കിലേ അതിന് ഉറപ്പ് കൂടാൻ എടുക്കൂല, അല്ലെങ്കിൽ ഉറപ്പ് കൂടും. ഇതിപ്പോൾ ലേശം ആക്കി വെച്ചിട്ട് നമ്മൾ ഇത് ഇവിടെ കുറച്ച് പദം വരാൻ വെക്കണം. ഇതിൻ്റെ അകത്ത് എള്ളിട്ടു, പിന്നെ ഏലക്കായി, 2 കൈ ഏലക്കായി ഞാൻ ഇതിൻ്റെ അരച്ചിട്ട് ഇതിൻ്റെ ഇട്ടിനായിരുന്നു. അരിൻ്റെ ഒന്നിച്ച് അരച്ചിട്ട് എടുത്തിന്, അത് അരച്ചിട്ട് ഇതിൻ്റെ ഇട്ടു. എന്നാലും അതിന് ടേസ്റ്റ് വരാൻ വേണ്ടി ഏലക്കായി ഇടും, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. കണ്ടോ, ഇതേപോലെ മുറിഞ്ഞ് വരണം. കുറച്ചും കൂടി വെള്ളമാവാം. കണ്ടില്ലേ, റവിയിട്ടാൽ കണക്കായി തരിക്കും ഉണ്ടാവും, നല്ലോണം പൊന്തുകയും ചെയ്യും. കുറച്ച് സമയം ഇത് നമ്മൾ പൊന്താൻ വെക്കണം. ചുട്ടപാട് ചുടുമ്പം പൊന്തി വരില്ല. അതുകൊണ്ട് ഇതിൽ പിന്നെ അപ്പക്കാരൊന്നും ഇടുന്നില്ല. ഇതിപ്പോൾ ഉണ്ടാ, ഇത് കണ്ടില്ലേ, ഇതേപോലെ പാകത്തിന് നമ്മൾ കലക്കി വെച്ച് കാര്യപ്പം ചുടാനാണ്. നെയ്യപ്പം ചുടുന്ന പാകം തന്നെ കണ്ടില്ലേ. ഇതേപോലെ മുറിഞ്ഞ് വരണം. അധികം ലൂസാവാനും പാടില്ല, അധികം ഉറക്കാനും പാടില്ല.
അധികം ലൂസായി പോയാൽ വെള്ളം പോലെ ആയിപ്പോവും, പൊന്തി വരില്ല. അതുകൊണ്ട് ഇതിനൊരു പാകമുണ്ട്, കണക്കുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ ഇതുപോലെയാണ് ഇതിൻ്റെ കൂട്ടിൻ്റെ കണക്ക്. കണ്ട ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വീണം, ഇതേപോലെ ഇങ്ങനെ വരണം. ഇതാണ് ഇതിൻ്റെ കൂട്ടിൻ്റെ കണക്ക്. ഇത് കുറച്ച് നേരം ലേശം സമയം വെച്ചാൽ കുറച്ച് ലൂസാവും, എന്നാൽ പാകത്തിനാവും. ഇത് തന്നെ ഇതിൻ്റെ പാകം. ഇതാണ് ഞാൻ കൂട്ടാക്കുന്നതിൻ്റെ കൂട്ട് പാകം. കണ്ടല്ലോ, ഇതേപോലെ ചുട്ട് ഇനിയിപ്പം കുറച്ച് സമയം അടച്ച് വെക്കാം. ഞാൻ കുറച്ച് സമയം അടച്ച് വെക്കട്ടെ. അടച്ച് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് ചൂടാം. വെളി കുറവാണ്, അതുകൊണ്ട് ഞാൻ ഈ ടോർച്ച് മറ്റേ എമർജൻസി ഞാനത് കത്തുന്നില്ല. ഇപ്പം നോക്കുമ്പോഴേക്ക് അത് ഇനി ഞാൻ ചൂടട്ടെ, കാണിച്ചു തരാമല്ലോ. ഇതേപോലെയാണ്. ഇതാണ് അതിൻ്റെ പാകം. ഇങ്ങനെ ഒഴിക്കുക, ഗ്ലാസ്സിലാക്കിയിട്ട് ഒഴിക്കുക വേണ്ടത്, എന്നാൽ അതിൻ്റെ പാകത്തിന് കിട്ടും. കണ്ടില്ലേ, ഇതേപോലെ ഇതേപോലെ പാകത്തിന് കിട്ടും. ഈ ബണ്ണുള്ള വിറകാന്ന്, അത്ര വിറക് കണ്ണുള്ള വിറക് വേണ്ട, വിറക് ഇല്ലി വറാന്ന് വേണ്ടത് ഇത് ചൂടാൻ. പക്ഷേങ്കിൽ ഇപ്പോൾ ഇല്ലി വറിന് വേണ്ടി പോകേണ്ടത് കുട്ടക്കള്ളി എല്ലു, അതുകൊണ്ട് പിന്നെ മണ്ണുള്ള തന്നെ എടുത്ത് കുറച്ച് ചേരി എടുത്ത് വെച്ചു. അങ്ങനെയാണ് ഞാനിപ്പോൾ എടുത്തിട്ടില്ല. ഇതേപോലെ ഉണ്ടല്ലോ, ഇതുപോലെ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വീണ്ട പാകത്തിനാണ് ഞാൻ ചൂടാനാക്കുന്നത്. ഉണ്ടല്ലോ, ഇതുപോലെയാണ് ചൂടേണ്ടത്. കണ്ടില്ലേ, ഇത് ഞാൻ ഈ ടോർച്ച് എടുത്തിട്ട് കറണ്ട് കുത്താനും മറന്നുപോയി. മറ്റേതിൻ്റെ അകത്ത് നോക്കുമ്പോഴേക്കും അത് കത്തുന്നില്ല, അത് എൻ്റെ വീണ് പോയി. അതുകൊണ്ട് അത് കത്തുന്നുണ്ട്, ലൈറ്റില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി അത് പോട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ചുട്ടിട്ട് എടുക്കുക. ഇതേപോലെ ചുട്ടിട്ട് എടുക്കുക. ഇതാണ് വേണ്ടത്. ഇതേപോലെ മറിച്ചിടുക, നല്ലപോലെ മറിച്ചിട്ട് എടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ആണ് ചുട്ടിട്ടെടുക്കുന്നത്. അതല്ലോ, ഇതുപോലെയാണ് ഞാനിപ്പോൾ ചൂടുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്ര ഉണ്ട്, ഇവിടെ കാണുന്നില്ല, ഇതങ്ങനെ സൗകര്യമില്ല. പിന്നെ പുറത്ത് കൊണ്ടുപോയി വെക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല. ഇതെല്ലാം പുറത്ത് പിന്നെ കൊണ്ടുപോകണമെങ്കിൽ ഗ്യാസ് കുറ്റിയിൽ ഗ്യാസ് കുറവാണ്. അതാണ് പിന്നെ അടുപ്പിൻ്റെ അടുത്ത് നിന്ന് വെക്കാൻ. മഴക്കാലമല്ലേ, വേലിക്കാലാണെങ്കിൽ പുറത്തുനിന്നൊന്നും ചൂടായി, മുറ്റത്തുനിന്നും ചൂടായിരുന്നു. ഇതിപ്പം ഇങ്ങനെ ആയതുകൊണ്ട് ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല. കണ്ടല്ലോ, ഇതേപോലെ നിങ്ങൾക്ക് ഇത് നല്ല അടിപൊളി അപ്പാന്നേ. ഇത് തിന്നാലൊന്നും പിടിച്ചലുണ്ടാവില്ല, അത്ര നല്ല ദിവസം. ഇന്ന് കഴിഞ്ഞ് നാളേക്ക് ഇത് തിന്നുന്നേനെ പദം വന്നുകൊണ്ടിരിക്കും. അതാണ് ഈ മൈദപ്പൊടി കൂട്ടിയാലുള്ള ഗുണം. മൈദപ്പൊടി കൂട്ടുന്നത് തന്നെ എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ചുട്ടോണ്ടെടുക്കാൻ വേണ്ടിയിട്ട്, തിന്നുകൊണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. തിന്നാൽ പദം വന്നുകൊണ്ടിരിക്കും. ഇന്നിപ്പോൾ ചുട്ടാൽ ഇന്ന് തന്നെ. മറ്റിപ്പോൾ സാധാരണ അരി മാത്രം ചുട്ടതാണെങ്കിൽ ഇന്നേക്കിപ്പോൾ നല്ല ഇത് വരും, നല്ലോണം. പിന്നെ ഇത് വരും എന്ന് വെച്ചാൽ ഉറപ്പ് വരും നാളേക്ക്. ഇത് ഉറപ്പൊന്നും പിന്നെ ഇത് പഞ്ഞി പോലെ ഇരിക്കും. തിന്ന് കഴിയുന്നതിനെ 2-3 ദിവസം കഴിയുമ്പോഴേക്കും. എൻ്റെ അപ്പം അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയല്ല. എല്ലാവരും കിട്ടിയതിനൊക്കെ ഉറപ്പ് വരും, പക്ഷെ എൻ്റെ അങ്ങനെ ഉറപ്പ് വരില്ല. ഇതും കൂടി ഉള്ളൂ. ഇനി ഇതും കൂടി ഞാനില്ല ചുട്ടേ കാണിച്ചു തരാം. ഇത് ഉണ്ടല്ലേ, ഇതും കൂടി ഇതിൽ ചുട്ടിട്ട് കാണിച്ചു തരാം. ഇതേപോലെ നിറച്ചും തൊട്ടാൽ പൊട്ടിപ്പോവും. അതുകൊണ്ട് കുറച്ചിട്ടേ തൊടാതെ, കുറച്ച് ചെറുങ്ങനെ ആക്കിയിട്ട് തൊട്ടാൽ ഇങ്ങനെ പൊട്ടൂല. ഇതേപോലെ കുറച്ച് നിറഞ്ഞു പോയാൽ പിന്നെ ഇതായി പോകുന്നുണ്ട്. ഇത് റവ കൂട്ടേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ റവ വെറുതെ കൂട്ടിയതാണ്. തൽക്കാലം റവയിൽ ഉള്ളത് കൊണ്ട് പിന്നെ അത് പോയിപ്പോന്നായിട്ട് കൂട്ടിയതാണ്. മറ്റേ റവേൻ്റെ ആവശ്യമില്ല, റവ ഇല്ലാണ്ടാണ് നല്ലത്. മൈദയും അരിയും മാത്രമേ വേണ്ടൂ, അതാണ് വേണ്ടത്. പക്ഷേ നമ്മളത് പിന്നെ ശ്രദ്ധിക്കാനായിരുന്നില്ലല്ലോ, മൈദ റവ കുറച്ച് കൂടി ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് കൂട്ടിയത്, മറ്റൊന്നല്ല. പിന്നെ റവ പോയിപ്പ് വന്നായിട്ട് അതിൻ്റെ പുറം അങ്ങ് ചിലവാകുമല്ലോ. റവ കൂട്ടിയാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേങ്കിൽ മൈദ ഉണ്ടായാൽ നല്ല കണ്ടീഷനായിട്ട് നല്ല ഇതാവും. മൈദ നല്ല അടിപൊളി അപ്പമായിട്ട് വരും. കാണില്ലേ, നല്ല അടിപൊളി അപ്പാന്ന്. നിങ്ങൾക്ക് പിന്നെ തിന്നാൻ വേണ്ടിയില്ല, അത്രയും നല്ല രസമുള്ള നല്ല പദം എന്ന് വെച്ചാൽ ഇന്നൊന്നല്ല നാളെയല്ലാന്ന് തിന്നാൻ രസം ഉണ്ടാവുക.
നാളെ നാളേക്കല്ലാന്ന് നല്ല പദം ഉണ്ടാവും. നാളേക്ക് ഇന്നിപ്പം നല്ല ഇതുണ്ടായാലും നാളേക്ക് നല്ല പഞ്ഞു പോലെ ഉണ്ടാവും. അത് നിങ്ങൾ തിന്ന് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഇത് ചുട്ടിട്ട് വാങ്ങട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഇതാ ഉണ്ടാ ഉണ്ടാ ഇവിടെ ഇരുടായതുകൊണ്ട് കാണുന്നില്ല. അങ്ങോട്ടായിപ്പോയിനി ലൈറ്റ്. അത് ഞാൻ എമർജൻസി ഉണ്ടായിരുന്നു, അത് കത്തുന്നില്ല, അത് അപ്പോഴേക്ക് കത്തുന്നില്ല, അവിടെ കാണുന്നില്ല. ഞാൻ അപ്പുറത്ത് വെക്കാൻ ഗ്യാസിൽ വെച്ചാൽ ഇതാവുകയോ ചെയ്യില്ല. ഗ്യാസിൽ വെച്ചാൽ ഗ്യാസിൽ കൊള്ളൂല, ഇതിൻ്റെ അടിയിലെ ആ കാരേൻ്റെ ആ മകുടം. അതുകൊണ്ട് ആണ് ഞാനിപ്പം അത് കൊള്ളുമ്പോൾ അത് അവിടെ കൊള്ളൂല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇവിടുന്ന് തന്നെ ചുടേണ്ടി വന്നത്. ഗ്യാസിൻ്റെ അകത്ത് വെച്ചാൽ ചുടാൻ പറ്റില്ല. അതുകൊണ്ട് കണ്ടില്ലേ, അതെ ഇതേപോലെ അടിപൊളി അപ്പമായിട്ട് വന്നിട്ടതാ. അസലപ്പാണ്, ആർക്കും ഒരു കുറവ് വരാനില്ല. നല്ല ടേസ്റ്റും ഉണ്ട്. നല്ല ഞാൻ ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് അപ്പോൾ എങ്ങനെയുണ്ട് കണ്ടാലും നല്ല അടിപൊളി അപ്പല്ലേ ഇത് കണ്ട.